ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ടൗണിനകത്താണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് വട്ടവടയിലേക്കാണ്. ഈ കാണുന്നത് നമ്മുടെ മൂന്നാർ ടൗണിൻ്റെ ഒറ്റ ഒരു ഷോട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഇച്ചിരി ഒരു ഉയരമുള്ള സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാറിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവട പോകുന്ന വഴിക്കാണ് മാട്ടുപ്പെട്ടി ഡാം ഉള്ളത്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നത് ഞങ്ങൾ നിൽക്കുന്നതിന് ഒത്തിരി ദൂരത്തിലാണ് കേട്ടോ ആ ബോട്ട് പോകുന്നത്. ഒരുപാട് ബോട്ടുകളുണ്ട്, ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്, ഉള്ളിലേക്ക് അങ്ങോട്ടൊക്കെ പോകുന്നു. വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് കേട്ടോ. നമ്മൾ വട്ടവട പോകുന്ന വഴിയാണ്. വട്ടവട പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ചയുള്ളത്. നല്ല ഭംഗിയാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഇവിടെ. ഇവിടെ നട്ടിരിക്കുന്ന എനിക്കൊന്ന് ക്യാബേജും ക്യാരറ്റും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ക്യാരറ്റും കോളിഫ്ലവറും ഒക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ? കാറ്റുണ്ടോ? കൈയൊക്കെ തണുത്തിരിക്കുന്നു. നല്ല തണുത്ത കാറ്റടിക്കുന്നു, നല്ല രസം അവിടെ ഇരിക്കെ, നല്ല കാഴ്ചകൾ, നല്ല ഭംഗി. ഒരു ചായയും കൂടെ വേണം വരുന്നല്ലേ. ക്യാരറ്റ് ഇവിടെ നമ്മൾ വട്ടവട പോകുന്ന വഴിക്ക് ക്യാരറ്റൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും കിട്ടും കേട്ടോ. നല്ല രസമാണ്, നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നത്. ഇത് വാഷ് ചെയ്തിട്ട് വച്ചിരിക്കുക, നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഒത്തിരി ധാരാളം കടകളുണ്ട് ഇവിടെ ഇങ്ങനെ വരുന്ന വഴിക്ക്. അങ്ങനെ അവിടെ നിന്ന് ഒരെണ്ണം മേടിച്ചതാണേ. നമ്മളിപ്പോൾ വട്ടവട ഗ്രാമപഞ്ചായത്തിലൊക്കെ കടക്കുകയാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഇനി ഉള്ളത് മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് പുറത്തിറങ്ങാനോ ഒന്നും പറ്റാത്തൊരു സ്ഥലമാണ്. കാരണം വന്യമൃഗങ്ങളുണ്ട്. അത് കാരണം തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിലെങ്ങും പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനോ മറ്റോ പറ്റത്തില്ല. നമ്മൾ വണ്ടി നിർത്താനും പാടില്ല. അങ്ങനെയുള്ള ഒരു ഏരിയ ആണിത്. അതുവഴിയാണ് നമ്മളിനി വട്ടവടയിലേക്ക് എത്തുന്നത്. ഇവിടെ നമുക്ക് ആനയും അതുപോലെ തന്നെ കാട്ടുപോത്ത്, കരടി ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഉള്ള സ്ഥലമാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വാഹനങ്ങളെ നിർത്താൻ പാടില്ല കേട്ടോ. അത് കാരണമാണ് നമ്മൾ ഈ കാറിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോസ് എടുക്കുന്നത്. പക്ഷെ ഭയങ്കര രസം, നമുക്കിത് നേരിട്ട് ആസ്വദിക്കുക. അങ്ങനെ ഞങ്ങളിതാ വന്ന് വട്ടവട ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഈ കാണുന്നതാണ് വട്ടവട ഗ്രാമം. ഭയങ്കര ഭംഗിയുള്ളൊരു ഈ വാഹനത്തിലാണ് നമ്മൾ വന്നത് കേട്ടോ. ജീപ്പ് മാരി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ്റെ വാഹനമാണിത്. അപ്പം നമ്മൾ വട്ടവട വരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. ഇതിവിടെ വെച്ചോ, ഇവിടെ വയ്ക്കാം. പൊടി ഉണ്ടാവും ചിക്കും. ബസ് സ്റ്റാൻഡ് ഇതാണ് റോഡിന്റെ അവസ്ഥ. ഓക്കെ ഈ കാണുന്നത് ബ്ലാക്ക് ബെറീസ് ആണ് കേട്ടോ. ബ്ലാക്ക് ബെറീസ് ഇതിൻ്റെ പൂ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കൊലയിൽ ഇങ്ങനെ ധാരാളം ബ്ലാക്ക് ബെറീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. കാണാൻ നല്ല രസമാണ്. അതുപോലെ ഫ്ലവറിന് മണം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഫ്ലവറിന് മണമുണ്ട്, നല്ല മണമുണ്ട്. അത് തേനീച്ച ശരിക്കും ഉണ്ട് കേട്ടോ. നല്ല തേനീച്ചകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ലൊരു കാഴ്ചയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നല്ല കാണാൻ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. വട്ടവടയുടെ കൃഷികളിൽ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയത്തും അല്ലാതെയൊക്കെ ഉണ്ടാകുന്നതാണ് ബ്ലാക്ക് ബെറി കേട്ടോ. നല്ല ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് യോജിച്ച കൃഷി കൂടിയാണ് ബ്ലാക്ക് ബെറി. ധാരാളം ബ്ലാക്ക് ബെറീസ് ഇവിടെ ഉണ്ട്. ഒരു ചെറിയ ഫാമാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. അതിങ്ങനെ കൊല കുത്തിയ കായ്ക്കുന്നത് ധാരാളം ഉണ്ട്. ഇതിതാ മഞ്ഞ റോസയാണ് കേട്ടോ. വലിയ സൈസാണ്. നമ്മുടെ അവിടെ ഉള്ളേം കാട്ടി വലിയ നല്ല സൈസിലാണ് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നത്. നല്ല റോസയാണ് കേട്ടോ. അതുപോലെ മരത്തക്കാളി എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടാണ്. അവർ പറഞ്ഞതാണിത് മരത്തക്കാളിയാണെന്ന്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പറയാനേ നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് തന്നെ കഴിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടേ. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ അവിടെ ലുലു എന്നൊക്കെ മേടിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല. സൈസ് ചെറുതാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്.
നല്ല സ്ട്രോബെറി. ചിക്കക്കുട്ടി ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ട്രോബെറി ഇത്രയും പിടിച്ചു നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലവും അവിടുത്തെ സ്ട്രോബെറി പാടങ്ങളും ഒക്കെ. നമ്മളിങ്ങനെ അത് കഴിക്കാനായിട്ട് എടുക്കുമ്പോഴും ചിക പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോഴും എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനും അതങ്ങ് ആസ്വദിച്ചു. ചിക്കക്കുട്ടി ഇതേ അവിടെ എല്ലാം നടക്കുന്നുണ്ട്. കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു ആ സമയത്ത്. ഇതിങ്ങനെ ആദ്യം കാണുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, എന്താ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ, അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ചിക്കുവിനും എനിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇതേ ചിക്കും കുറേയൊക്കെ അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അവർ ബാസ്ക്കറ്റ് തന്നായിരുന്നു, അതിനകത്തേക്ക് ഇങ്ങനെ എല്ലാം എടുത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തൂക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാം കേട്ടോ അവിടുന്ന്. പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇവിടെ ഇതുപോലെ ഒരു ചെറിയ ഒരു 3-4 വില്ലേജും ഒരു 3 ആദിവാസി കോളനിയും എല്ലാം കൂടി ചേർന്നാണ് വട്ടവട പഞ്ചായത്ത്. വട്ടവട പഞ്ചായത്ത് ചുറ്റോട് മൊത്തം തമിഴ്നാടാണ്. ഈ മലയുടെ അപ്പുറത്ത് കൊടൈക്കനാലാണ്, ഈ മലയുടെ അപ്പുറത്ത് മറ്റേ ഉടുമ്പൽപേട്ട, പളനി. ഇതാണ് സാമിയാറുള്ള കുടി എന്ന് പറയും. ഇത് ഫുൾ ആൻഡ് ഫുൾ ട്രൈബൽ ഏരിയ കോളനികളാണ്. ഇതുപോലെ ഒരു 3 കോളനികളുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് സാമിയാറുള്ള കുടി എന്ന് പറയും. പിന്നെ വളസപ്പട്ടി, പിന്നെ കൂടലാറുകുടി. ഇതെല്ലാം ആദിവാസി കോളനികളാണ്. ഇവിടുത്തെ ജീവിക്കുന്ന വിഭാഗം എന്താണെന്ന് വെച്ചാൽ മുതുവാർ എന്ന് പറയും. മുതുവാർ കാസ്പെറ്റിൽ ഉൾപ്പെടെയാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ താമസിക്കുന്നത്. ഇവർക്കുള്ള പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ ഏലകൃഷിയാണ്. പിന്നെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ റാഗിയാണ് കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ കാണുന്ന മിക്കവാറും മരങ്ങളും രുദ്രാക്ഷത്തിൻ്റെ മരങ്ങളാണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇവിടെ ജനിക്കുന്ന ആൺകൊച്ചുകൾ 10 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ പൊതുവെ ഒരു പൊതുശത്രു എന്ന് ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് എല്ലാവരും ഒരുമിച്ച് കിടക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് എല്ലാം ഒരുമിച്ചാകുമ്പോഴും കിടക്കുന്നത് മാത്രം തണിച്ചാണ്. പിന്നെ കല്യാണം കഴിച്ചാലേ വീട്ടിൻ്റെ അകത്ത് കയറ്റുള്ളൂ. പിന്നെ കടക്കുന്ന ചടങ്ങുന്ന വേറെയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ ആണും പെണ്ണും ഇഷ്ടമായി കഴിഞ്ഞാൽ ആണിനെ ഒരു സൈഡും പെണ്ണിനെ ഒരു സൈഡും മാറ്റി വയ്ക്കും. എന്നിട്ട് ആണ് കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരണം. എന്നിട്ടാണ് അവർക്ക് വിഭാഗം. അങ്ങനത്തെ ഒരു പ്രത്യേക ചടങ്ങ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇതാണ് ബട്ടർ ബീൻസ് കേട്ടോ. ബട്ടർ ബീൻസ് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇതൊരു 3 മാസം കൊണ്ട് വിളവെടുക്കുന്നതാണ് കേട്ടോ. 3 മാസം കഴിയുമ്പോഴേക്കും നട്ട് 3 മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ വിത്തും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. ഈ വിത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം. നമുക്ക് ഇവിടെ പിടിക്കുന്ന പോലെ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. നമ്മുടെ സാധാ പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് അല്ലേ. കാണുന്നത് ആനമുടിയുടെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ കാണുന്നത് ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ ജീപ്പിൽ ഇവിടം വരെ എത്തിയത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യൂ പോയിന്റ് ഇതാണ് കേട്ടോ. ഏറ്റവും ഉയരം കൂടിയ സ്ഥലം കൂടിയാണിത്. ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്. നല്ല തണുത്ത വേനൽക്കാലം ആണെങ്കിൽ കൂടി നല്ല തണുത്ത കാറ്റാണ് ഇവിടെ നിന്നുള്ളത്. താഴെ പാടങ്ങളൊക്കെ കാണാൻ, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിൽക്കുമ്പോൾ. ഇവിടെ നമ്മൾ വരുന്ന വഴിയും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ക്ലൈമറ്റ് ഇത്രയും നമുക്ക് ചൂട് തോന്നാത്ത രീതിയിലാണ് കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട്. ചെറിയ കാട്ടുതീ ഉണ്ടായതാണ് കേട്ടോ. ആ കാണുന്ന ബ്ലാക്ക് കണക്ക് താഴെ കാണുന്നത് അത് ചെറിയൊരു തീപിടുത്തം ഉണ്ടായതാണ്. ഇവിടെ വേറെ വന്ന് തീ അണയ്ക്കാനൊന്നും ഒരു സംഭവം ഇല്ല. തനിയെ തന്നെ അത് അണഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നിതാ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കണം. എന്താ രസമെന്ന് അറിയാം. എന്ത് നല്ല കാലാവസ്ഥയാണെന്ന് അറിയോ. നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആ ഒരു ചെറിയ വെയിലൊക്കെ പോയി കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് കാണാൻ, താഴെ വലിയൊരു കുഴിയാണ്. പക്ഷേ എനിക്കിത് ഇങ്ങനെ എന്ത് രസമാണെന്നറിയോ. അത് ശരിക്കും നമ്മൾ ഡയറക്റ്റ് വന്ന് അത് ആസ്വദിച്ചാലേ നമുക്കത് മനസ്സിലാവും. എന്താ ഇവിടെ ഇരുന്ന് ആ കാണുന്ന ഇതും ക്ലൈമറ്റും ഒക്കെ കൂടി നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ കാണിക്കുന്ന സ്ഥലം അതുവഴിയാണ് നമ്മൾ വന്നതും. അവിടെയാണ് അവർ തീ പിടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലത്തുകൂടി നമ്മളിങ്ങനെ കയറി ഇങ്ങനെ വന്നു. കാറ്റില്ലേ, തണുത്ത കാറ്റ്. കാറ് എവിടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ സ്ട്രോബെറി തോട്ടം ഇവിടെയാണ്. ഇതിൻ്റെ ഈ താഴ്വാരത്ത് തന്നെ മഡ് ഹൗസുകളും അതുപോലെ തന്നെ സ്റ്റേക്കുള്ള റിസോർട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ചിലതിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്, ചിലതൊക്കെ ഫിനിഷ് ചെയ്ത് ഇപ്പം വർക്കിങ്ങിൽ ഇരിക്കുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു കാഴ്ചയാണ്. ഈ വ്യൂ പോയിന്റിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു പാട്ടിയുടെ വീടുള്ളത് കേട്ടോ. പാട്ടിക്ക് നല്ല സ്നേഹമുള്ളൊരു പാട്ടിയാണ്. നമുക്കിത് ക്യാരറ്റൊക്കെ പാട്ടി കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. ക്യാരറ്റും മല്ലിയിലയൊക്കെയാണ് ഇപ്പോൾ കൃഷി ചെയ്തിരുന്നത്. എല്ലാ കൃഷികളും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അതിങ്ങനെ എന്നെ കൊണ്ട് എടുപ്പിക്കുകയും നമുക്കത് എടുക്കാനുള്ള അവസരം തരികയൊക്കെ ചെയ്തു കേട്ടോ. പാട്ടിക്ക് അതുപോലെ തന്നെ നല്ല പൂക്കളൊക്കെ വീട്ടിന് ഫ്രണ്ടിൽ ഇങ്ങനെ കൃഷിയല്ല അതിങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കമ്മൽ പൂവൊക്കെ അത് ചിക്കക്കുട്ടിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ പാട്ടി. ചിക്കുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പാട്ടി.
പാട്ടി ശിഖയോട് നല്ല സ്നേഹമായിരുന്നു കേട്ടോ. ശിഖയോട് പറയുകയൊക്കെ ചെയ്തു, നല്ല മുടിയാണ്, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാട്ടി ഇത് എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ പാട്ടിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളിതെല്ലാം മേടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വട്ടവടയിലെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.